all. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ടൈൽസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഇതുവരെ സ്റ്റോണ്, ബ്രിക്ക്, ലൈമ ഈ മൂന്നെണ്ണമായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ടൈൽസ് എന്നുള്ള ബിൽഡിംഗ് മെറ്റീരിയലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടൈൽസ്. ഓക്കെ, നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ ഏതാണ്? ടൈൽസ് ആണ്. ഓക്കെ, നമ്മൾ ഈ ടൈൽസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടൈൽസ് ആർ യൂസ്ഡ് ഫോർ റൂഫിംഗ്. ഓക്കെ, നമ്മുടെ ടൈൽസ് എവിടെ യൂസ് ചെയ്യും? റൂഫിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? റൂഫിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കനാലൊക്കെ, ലൈനിങ് ദ കനാൽസ് ഒക്കെ എന്ത് ചെയ്യാൻ, ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിനും ഞാൻ എന്ത് ചെയ്യും, ടൈൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ടൈൽസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? റൂഫിംഗ്, ലൈനിങ് ദ കനാൽസ് ആൻഡ് ഫ്ലോറിങ്. ഓക്കെ, ഇനി ടൈൽ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? ടൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ തിൻ സ്ലാബ്, നമുക്കൊരു തിൻ സ്ലാബ് ആണെന്ന് പറയാലോ. ഓക്കെ, എ തിൻ സ്ലാബ് ഓഫ്, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ടൈൽ നമ്മൾ സാധാരണ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ എ തിൻ സ്ലാബ് ഓഫ് ക്ലേ ബേൺഡ് വെൽ ടു മേക്ക്, എന്തിനാണ്? ഹാർഡ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്. ഓക്കെ, ഹാർഡ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ ടൈൽ എന്ന് പറയുന്നത് ഒരു തിൻ സ്ലാബാണ്, ക്ലേ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന തിൻ സ്ലാബാണ്. അതിനെ നമ്മൾ ബേൺ ചെയ്യും. എന്തിനാണ്? അതിനെ ഹാർഡും പിന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും ആക്കാനായിട്ട്. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ, നമുക്ക് ടൈൽസിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ടൈൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈൽസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈലിനെ മെയിനായിട്ട് രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് കോമൺ ക്ലേ ടൈൽസ്. എന്താണ് കോമൺ ക്ലേ ടൈൽസ് എന്നും, അല്ലെങ്കിൽ സെറാമിക് ടൈൽസ് എന്നും. എന്താണ് സെറാമിക് ടൈൽസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം, ടൈൽസിനെ രണ്ടായിട്ട് മെയിനായിട്ട് നമ്മൾ കോമൺ ക്ലേ ടൈൽസും സെറാമിക് ടൈൽസ് എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മുടെ കോമൺ ക്ലേ ടൈൽസിനെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്? കോമൺ ക്ലേ ടൈൽസ്. ഓക്കെ, കോമൺ ക്ലേ ടൈൽസിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം നോക്കാനായിട്ടുള്ളത്. കോമൺ ക്ലേ ടൈൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്യൂറർ. ഓക്കെ, കോമൺ ക്ലേ ടൈൽസ് എന്ന് പറയുന്നത് പ്യൂറർ ആണ് ആൻഡ് സ്ട്രോങ്ങർ. പ്യൂറർ ആൻഡ് സ്ട്രോങ്ങർ വെറൈറ്റീസ് ഓഫ് ക്ലേ. ഓക്കെ, ഓഫ് ക്ലേ ഈസ് സെലക്റ്റഡ് ആൻഡ് പ്രിപ്പയർഡ്. ഓക്കെ, നമ്മുടെ കോമൺ ക്ലേ ടൈൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്യൂറും സ്ട്രോങ്ങും ആയിട്ടുള്ള ക്ലേ വെറൈറ്റി നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം, ഈ കോമൺ ക്ലേ ടൈൽസ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? ഞാൻ മൗൾഡ് ചെയ്യും അല്ലേ? ഇറ്റ് ഈസ് ദെൻ മൗൾഡഡ് ടു റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? റിക്വയർഡ് സൈസിലും ഷേപ്പിലും നമ്മൾ എന്ത് ചെയ്യും? അതിനെ മൗൾഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ബേൺഡ് കെയർഫുള്ളി. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ബേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ കോമൺ ക്ലേ ടൈൽസ് എന്ന് പറഞ്ഞാൽ പ്യൂറും സ്ട്രോങ്ങറും ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ക്ലേയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിനെ മൗൾഡ് ചെയ്യണം. എന്തിനാണ്? നമ്മുടെ റിക്വയർഡ് സൈസിലേക്കും ഷേപ്പിലേക്കും എന്ത് ചെയ്യുക? അതിനെ മൗൾഡ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം. ഓക്കെ, ഇനി ഈ ടൈൽസിനെ നമുക്ക് വീണ്ടും പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും, ഈ കോമൺ ക്ലേ ടൈൽസ്. ഓക്കെ, അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കോമൺ ക്ലേ ടൈൽസിന് എന്തൊക്കെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കൺട്രി ടൈൽസ്. എന്താണ്? കൺട്രി ടൈൽസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളിനി ഓരോന്നായിട്ട് നോക്കാൻ പോകണം കൺട്രി ടൈൽസ് എന്താണെന്ന്. നമ്മുടെ റൂറൽ ഏരിയാസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കൺട്രി ടൈൽ എന്ന് പറയുന്നത് ഹാഫ് റൗണ്ട് കൺട്രി ടൈൽസ് ആണ്. ഓക്കെ, റൂറൽ ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യും? കോമൺലി യൂസ് ചെയ്യുന്നത് ഹാഫ് റൗണ്ട് കൺട്രി ടൈൽസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെ ഇരിക്കുന്ന
ടൈൽസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹാഫ് റൗണ്ട് കൺട്രി ടൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്? ദേ ആർ മാനുഫാക്ചർഡ് ബൈ ലോക്കൽ പോട്ടേഴ്സ്. ആരാണ്? ലോക്കൽ പോട്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് സപ്ലൈ ഇൻ പെയേഴ്സ്. ഓക്കെ, സപ്ലൈ ഇൻ പെയേഴ്സ്. പെയേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സപ്ലൈ ചെയ്യുന്നത്. ആസ് അണ്ടർ ടൈൽസ് ആൻഡ് ഓവർ ടൈൽസ്. ഓക്കെ, അപ്പൊ കൺട്രി ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ പോട്ടേഴ്സ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് സപ്ലൈ ചെയ്യുന്നത് രണ്ട് പെയേഴ്സ് ആയിട്ടാണ്. എങ്ങനെയാണ്? അപ്പർ ടൈൽസും ഓവർ ടൈൽസും എന്നും പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷേപ്പ് ഞാൻ പറഞ്ഞു, ഹാഫ് റൗണ്ട് കൺട്രി ടൈൽസ് ആണ് നമ്മൾ റൂറൽ ഏരിയാസിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. സോ ദീസ് ടൈൽസ് ഹാവ് എ ഹാഫ് റൗണ്ട് ഷേപ്പ്. ഓക്കെ, ഇതിന്റെ ഷേപ്പ് എന്താണ്? ഹാഫ് റൗണ്ട് ഷേപ്പ് ആണ് ഇതിനുള്ളത്. ഓക്കെ, ഹാഫ് റൗണ്ട് ഷേപ്പ് ആൻഡ് ആർ ഹാവിങ് ഡയമെൻഷൻസ്. ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, സോ നമ്മൾ ആദ്യം ഒരു ഓവർ ടൈൽ നോക്കുകയാണ്. ഓക്കെ, ഓവർ ടൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ വരുന്നതാണ്. സോ സപ്പോസ് ഇതാണ് നമ്മുടെ ഓവർ ടൈൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 150 ആണ്, mm ആണ്. ആൻഡ് ദിസ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100 mm. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഏതാണ്? ഓവർ ടൈലിന്റെ കേസാണ്. ഇനി ഞാനൊരു അണ്ടർ ടൈലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിലോ? അണ്ടർ ടൈൽ ആണെങ്കിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഇത് വരും, ദെൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 180 mm ആണ്. ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 220 mm ആണ്. ഇത് ഏതിന്റെ കേസാണ്? അണ്ടർ ടൈല്. ഓക്കെ, അപ്പൊ അണ്ടർ ടൈലിന്റെയും ഓവർ ടൈലിന്റെയും ഡയമെൻഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഹാഫ് റൗണ്ട് ഷേപ്പ് ആണ്, എന്നാൽ അതിന്റെ രണ്ട് എഡ്ജസിന്റെയും ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അണ്ടർ ടൈലിനും വ്യത്യാസമുണ്ട്, ഓവർ ടൈലിനും വ്യത്യാസമുണ്ട്. ഇനി അണ്ടർ ടൈൽസ് എന്ന് പറയുന്നത് ആ പേര് തന്നെയുണ്ട്, ആർ ലെയ്ഡ് വിത്ത് ദെയർ നാരോ എൻഡ് എന്ന് പറയുമ്പോൾ ഈ 180 mm വരുന്ന ഈ ഒരു എൻഡ് എന്ന് പറയുന്നത് towards eaves, while over tiles are laid with their narrow ends towards ridges. Okay, ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് നാരോ എൻഡ് എന്ന് പറഞ്ഞാൽ ഈവ്സിന് ടുവേർഡ്സ് ആണ് നമ്മൾ എന്തെന്ന് ലേ ചെയ്യുന്നത്. എന്നാൽ ഓവർ ടൈൽസിന്റെ ആണെങ്കിൽ ആർ ലെയ്ഡ് വിത്ത് ദെയർ നാരോ എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നാരോ എൻഡ്. അതെന്ന് പറയുന്നത് എൻഡ്സ് ടുവേർഡ്സ് റിഡ്ജസിന് ടുവേർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർ ടൈലിലാണെങ്കിൽ ലോവർ നാരോ എൻഡ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ഈവ്സ് ആണ് നമ്മൾ ലേ ചെയ്യുന്നത്. ഓവർ ടൈൽ ആണെങ്കിൽ റിഡ്ജസിന് ടുവേർഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാരോ എൻഡ് ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചില സമയത്ത് ദീസ് ടൈൽസ് ആർ യൂസ്ഡ് ആസ് ഓവർ AC or GI ഷീറ്റ്സ് ജസ്റ്റ് ഫോർ ഓർണമെന്റൽ ആൻഡ് മീൻസ് ഓഫ് റെഡ്യൂസിങ് തെർമൽ എഫക്ട് ഇൻ റൂംസ് ബിലോ. അപ്പൊ ഇത് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? AC ഷീറ്റ് അല്ലെങ്കിൽ GI ഷീറ്റ്സിന് മുകളിലായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തിനാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഓർണമെന്റൽ പർപ്പസിന്, എന്താണ് ഓർണമെന്റൽ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബൈ മീൻസ് ഓഫ് റെഡ്യൂസിങ് തെർമൽ എഫക്റ്റ്. ഓക്കെ, അതായത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് AC ഷീറ്റിന് അല്ലെങ്കിൽ GI ഷീറ്റ്സിന് മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കൺട്രി ടൈൽസ് ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഇത് നമ്മൾ ഹാഫ് റൗണ്ട് കൺട്രി ടൈൽസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് റൂറൽ ഏരിയാസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ ആരാണ്? ലോക്കൽ പോട്ടേഴ്സ് ആണ്. പിന്നെ അത് സപ്ലൈ ചെയ്യുന്ന പെയേഴ്സ് ആയിട്ടാണ്. അത് അണ്ടർ ടൈലും ഓവർ ടൈലും എന്ന് പറഞ്ഞത് പെയേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ ഹാഫ് റൗണ്ട് ഷേപ്പ് ആണ് ഇതിൻ്റെത്. ഇതിന്റെ ഡയമെൻഷൻസ് എന്താണ്? ഓവർ ടൈലിനും അണ്ടർ ടൈലിനും വ്യത്യാസമാണ്. ചില സമയത്ത് ഇത് AC അല്ലെങ്കിൽ GI ഷീറ്റ്സിന് മുകളിലായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തെർമൽ ഇൻസുലേഷന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് അലഹബാദ് ടൈൽസ്. ഏതാണ്? അലഹബാദ് ടൈൽസ് ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അലഹബാദ് ടൈൽസ് നോക്കാം. ഓക്കെ, ഈ ടൈൽസ് എന്ന് പറയുന്നത് ദീസ് ടൈൽസ് ആർ പോപ്പുലർ. എവിടെയാണ് പോപ്പുലർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോപ്പുലർ ഇൻ റൂറൽ ഏരിയാസ്. എവിടെയാണ്? റൂറൽ ഏരിയാസ് ഓഫ് നോർത്ത് ഇന്ത്യ. ഓക്കെ, നോർത്ത് ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ പോപ്പുലർ ആയിട്ടുള്ള ടൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അലഹബാദ് ടൈൽസ് ആണ്. ഓക്കെ, ഇതും എന്ത് ചെയ്യുന്നത്? നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് പെയേഴ്സ് ആയിട്ട് തന്നെയാണ്. അതായത് അണ്ടർ ടൈൽസും
ഓവർ ടൈൽസ് എന്നുള്ള പെയേഴ്സ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അണ്ടർ ടൈൽസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടുള്ള അണ്ടർ ടൈൽസ് ആണ് വിത്ത് അപ് ടേൺഡ് ഫ്ലാഞ്ചസ്. എന്താണ് അപ് ടേൺഡ് ഫ്ലാഞ്ചസ്? ഓക്കെ, അപ് ടേൺഡ് ഫ്ലാഞ്ചസ് അറ്റ് ദ സൈഡ്സ്. അതായത് അതിന്റെ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലാറ്റാന്ന് പറഞ്ഞു. ആൻഡ് ഇതിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫിഗറിൽ നന്നായിട്ട് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഈ രണ്ട് എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊജക്റ്റിംഗ് ആണ്. ഓക്കെ, അപ് ടേൺഡ് ഫ്ലാഞ്ചസ് ആണ്. അത് കുറച്ചിങ്ങനെ മുകളിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട് അറ്റ് ദ സൈഡ്സ്. ഓക്കെ, ഇനി ഓവർ ടൈൽസ് ആർ ഹാഫ് റൗണ്ട്. ഈ ഓവർ ടൈൽസ് എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് റൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് റൗണ്ട് ആണ്. ആൻഡ് ടേപ്പർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഹൈ പ്രഷർ ഈസ് അപ്ലൈഡ് ഡ്യൂറിങ് മൗൾഡിങ് ദം ആൻഡ് ദം ബേൺ ഇൻ ക്ലിൻസ്. ഓക്കെ, ഇതിൽ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹൈ പ്രഷർ അപ്ലൈ ചെയ്യും. എന്നിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്, ബേൺഡ് ഇൻ ക്ലീൻസ്. ഓക്കെ, ക്ലീൻസിലാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, ബേൺ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അലഹബാദ് ടൈൽസ് ഇത്രയേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ പോപ്പുലർ എന്ന് പറയുന്ന അലഹബാദ് ടൈൽസ് ആണ്. ഇതും നമ്മൾ അണ്ടർ ടൈൽസ് എന്നും ഓവർ ടൈൽസ് എന്നുള്ള പെയറായിട്ട് തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അണ്ടർ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. പിന്നെ അതിന്റെ സൈഡ്സ് എന്ന് പറയുന്ന അപ് ടേൺഡ് ഫ്ലാഞ്ചസ് ഉണ്ട്. പിന്നെ ഓവർ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഹാഫ് റൗണ്ട് ആണ്, ടാപ്പർ ആണ്. ഓക്കെ, ഇനി ഇതിനെ മൗൾഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈ പ്രഷർ അപ്ലൈ ചെയ്യും ഡ്യൂറിങ് മൗൾഡിങ് ആൻഡ് ദെൻ ബേൺഡ് ഇൻ ക്ലിൻസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്നത് നമ്മുടെ മൂന്നാമത്തെന്ന് പറയുന്നത് മാംഗ്ലൂർ ടൈൽസ്. ഏതാണ്? മാംഗ്ലൂർ ടൈൽസ്. ഓക്കെ, മാംഗ്ലൂർ ടൈൽസ് നമുക്ക് നോക്കാം. മാംഗ്ലൂർ ടൈൽസ് ഓവർലാപ്പ് ഓൺ ദ ടൈൽ ബിലോ. ഓക്കെ, മാംഗ്ലൂർ ടൈൽസ് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ഓൺ ദ ടൈൽ ബിലോ ആയിട്ടുള്ള ടൈലിന് ഓവർലാപ്പ് ചെയ്യും. ആൻഡ് ലോക്ക് വിത്ത് adjacent tiles. ഓക്കെ, അഡ്ജസന്റ് ടൈൽസ് തന്നെയും ലോക്ക് ചെയ്യും. അപ്പോൾ മാംഗ്ലൂർ ടൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർലാപ്പ് ഓൺ ദ ടൈൽ ബിലോ. അതിന് താഴെയുള്ള ടൈലിനെ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. എന്നിട്ട് അതിന്റെ അടുത്തുള്ള ടൈലുമായിട്ട് എന്ത് ചെയ്യും, ലോക്ക് ആവും. ഓക്കെ, ദേ ആർ ലെയ്ഡ് ഓൺ. ഇത് എവിടെയാണ് ലേ ചെയ്യുന്നത്, ലെയ്ഡ് ഓൺ റീപ്പേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ മാംഗ്ലൂർ ടൈൽസ് നമ്മൾ ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് വെറുതെ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളോട് കൊടുക്കും. അതായത് ദീസ് ടൈൽസ് ആർ പ്രൊവൈഡഡ് വിത്ത്. എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നു, എന്തുകൂടെ ഇതിന്റെ കൂടെ കൊടുക്കും, പ്രൊവൈഡഡ് വിത്ത് 2 batten lugs. ഓക്കെ, 2 batten lugs ആൻഡ് 2 eave lugs. ഓക്കെ, 2 ബാറ്റൺ ലഗ്സും 2 ഈവ് ലഗ്സും ഇതിന്റെ മാംഗ്ലൂർ ടൈൽസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ടൈ ഡൗൺ ഹോൾസ്. എന്താണ്, അതിൽ ടൈ ഡൗൺ ഹോൾസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടൈ ഡൗൺ ഹോൾസ് ഓഫ് 1.6 to 2 mm ഫോർ. എന്തിനാണ് നമ്മൾ ഈ ടൈ ഡൗൺ ഹോൾസ് കൊടുക്കുന്നത്, ഫോർ ടൈപ്പിംഗ് ടു റീപ്പേഴ്സ്. യൂസിങ് സ്റ്റീൽ വയേഴ്സ് കൊണ്ട് അതിനെ കെട്ടാനായിട്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, ടൈ ഡൗൺ ഹോൾസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1.6 മുതൽ 2 mm വരെ ആവാം. ഓക്കെ, ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിസിക്കൽ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഈ മാംഗ്ലൂർ ടൈൽസിനെ നമുക്ക് ക്ലാസ് എ എന്നും ക്ലാസ് എ എന്നും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. These tiles are commonly used in. ഇനി നമ്മൾ ഇത് എവിടെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ കോമൺലി യൂസ്ഡ് ഇൻ കർണാടക. മാംഗ്ലൂർ ടൈൽസ് ഇല്ലേ, അപ്പൊ കർണാടകയിലാണ് വരുന്നത്. സോ കർണാടക, പിന്നെ കേരള, അതിന്റെ അടുത്തുള്ള പിന്നെ തമിഴ്നാടു, പിന്നെ ഗോവ, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഓക്കെ, ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ മാംഗ്ലൂർ ടൈൽസ്
യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാംഗ്ലൂർ ടൈൽ ഇത്ര നേരം പറഞ്ഞു ഒന്നുകൂടെ പറയാം. എന്ത് ചെയ്യാം, ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള മാംഗ്ലൂർ ടൈൽസ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ടൈലിനെ ഓവർലാപ്പ് ചെയ്യും, എന്നിട്ട് അഡ്ജസ്റ്റന്റ് ടൈലുമായിട്ട് ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മൾ റീപ്പേഴ്സിലാണ് ലേ ചെയ്യുന്നത്. ഇത് മാംഗ്ലൂർ ടൈലിന്റെ കൂടെ ഇറ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് 2 ബാറ്റൺ ലഗ്സ്, 2 ബാറ്റൺ ലഗ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ 2 ഈവ് ലഗ്സും പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിൽ എന്ത് ടൈ ഡൗൺ ഹോൾസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സൈസ് 1.6 മുതൽ 2 mm ആണ്. ഇത് ടൈ ഡൗൺ ഹോൾസ് എന്തിനാണ് കൊടുക്കുന്നത് ടു ടൈപ്പിംഗ് ടു റീപേഴ്സ് യൂസിങ് സ്റ്റീൽ വയേഴ്സ്. ഇനി ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എവിടെയാണ്? കർണാടക, കേരള, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിലാണ് നമ്മൾ എന്ത് ഈ മാംഗ്ലൂർ ടൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിസിക്കൽ കണ്ടീഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിപ്പെൻഡിങ് ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് 2 ടൈപ്പ് എന്തുണ്ട് ടൈൽസ് ആണുള്ളത്, മാംഗ്ലൂർ ടൈൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ക്ലാസ് എ, ഒന്നെന്നാണ് ക്ലാസ് എയും, പിന്നെ ഒന്നുള്ളത് ക്ലാസ് എ ടൈൽസും ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാംഗ്ലൂർ ടൈൽസ് നമ്മൾ ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ക്ലാസ് എയും ഉണ്ട്, ക്ലാസ് എയും ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അതിന്റെ നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ്, മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ. എന്താണ് മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ? മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ ക്ലാസ് എയുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് 19% ആൻഡ് ക്ലാസ് എയുടെ കേസിലാണെങ്കിൽ 24% ആണ് മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ബ്രേക്കിംഗ് ലോഡ്, അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ബ്രേക്കിംഗ് ലോഡാണ്. ബ്രേക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഓക്കെ, മിനിമം ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് അത് നമുക്ക് 2 കേസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജ് വാല്യൂ എടുക്കും. ഓക്കെ, ആവറേജ് വാല്യൂ ആണെങ്കിൽ എന്താണ് ആവറേജ് ഫോർ 410 by 235 mm ടൈൽസ്. ഓക്കെ, 410 by 235 mm ടൈൽസ് ആണ് നമ്മൾ എടുക്കുന്നത്, ആ സൈസിലുള്ള ടൈൽസ് ആണ് എടുക്കുന്നത്. അതിന്റെ ആവറേജ് വാല്യൂ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1000 ന്യൂട്ടൺ ആൻഡ് ക്ലാസ് എ ആണെങ്കിൽ ഇറ്റ് ഈസ് 800 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി ഫോർ അതേഴ്സിനാണെങ്കിൽ ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ അതേഴ്സിനാണെങ്കിൽ ഇറ്റ് ഈസ് 1100 ന്യൂട്ടണും 900 ന്യൂട്ടണും. ഓക്കെ, അപ്പൊ ഈ 410 by 235 mm സൈസുള്ള ടൈലിനാണ് എത്രയെന്ന് പറയുന്നത് ക്ലാസ് എ ആണെങ്കിൽ 1000 ന്യൂട്ടണും ക്ലാസ് എ എന്നാണ് 800 ന്യൂട്ടൺ ബ്രേക്കിംഗ് ലോഡ് മിനിമം വരുന്നത്. മറ്റു ടൈൽസ് ആണെങ്കിൽ അതിന്റെ വാല്യൂവിന് വ്യത്യാസമുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ആണ് പറഞ്ഞത്. ഇനി നമുക്കുള്ളത് എന്താണ്? ആവറേജ് മാത്രമല്ല നമ്മൾ പറയുന്നത്, നമുക്ക് ഇൻഡിവിജ്വൽ ഉണ്ട്, ഇൻഡിവിജ്വൽ വാല്യൂ നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ ഫോർ 410 by 235 mm ടൈൽസ് ആണെങ്കിൽ അതിന്റെ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 900 ന്യൂട്ടൺ ഫോർ ക്ലാസ് എ ആൻഡ് 680 ന്യൂട്ടൺ ഫോർ ക്ലാസ് എ. ഇനി ഫോർ അതേഴ്സ് ആണെങ്കിലോ, മറ്റ് ഇതിനൊക്കെ ആണെങ്കിൽ ഫോർ അതേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് 1000 ന്യൂട്ടൺ ഫോർ ക്ലാസ് എ ആൻഡ് ക്ലാസ് എക്ക് ആണെങ്കിൽ 780 ന്യൂട്ടൺ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ വാല്യൂസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വയ്ക്കുക. അപ്പൊ ക്ലാസ് എയിലും ക്ലാസ് എയുടെയും ക്യാരക്ടേഴ്സ് എന്താണ്? മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് എക്ക് 24% ആണ്, ക്ലാസ് എക്ക് 19% ആണ്. ഇനി മിനിമം ബ്രേക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ആണെങ്കിൽ അതുപോലെ ആവറേജ് വാല്യൂ ആണ് അതിന്റെ 410 by 235 mm സൈസുള്ള ടൈൽസും ആണെങ്കിൽ 1000 ന്യൂട്ടൺ ഫോർ ക്ലാസ് എ ആൻഡ് 800 ന്യൂട്ടൺ ഫോർ ക്ലാസ് എ. ഇനി മറ്റ് ടൈൽസ് ആണ്, മറ്റേതെങ്കിലും സൈസിലുള്ള ടൈൽസ് ആണ്, അതിന്റെ ആവറേജ് വാല്യൂ എത്ര വേണം? 1100 900 ആണ് വരുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽ വാല്യൂ നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് മാംഗ്ലൂർ ടൈൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സീലിംഗ് ആൻഡ് റിഡ്ജ് ടൈൽസ്. ഏതാണ്? സീലിംഗ് ആൻഡ് റിഡ്ജ് ടൈൽസിന്റെ കേസാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സ്ലോപ്പിംഗ് റൂഫ് നീഡ്സ് these special tiles along with the roofing tiles. റൂഫിംഗ് ടൈൽസിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം?
ഏതിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? സ്ലോപ്പിംഗ് റൂഫിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ലോപ്പിംഗ് റൂഫ്സിന് എന്താണ് ഈ ഇത്തരം സീലിംഗ് ആൻഡ് റിഡ്ജ് ടൈൽസ് എന്നുള്ള ഈ സ്പെഷ്യൽ ടൈൽസ് എന്തുണ്ട് ആവശ്യമാണ്, അലോങ് വിത്ത് റൂഫിംഗ് ടൈൽസ് കൂടാണ്ട് ഈ സ്ലോപ്പിംഗ് റൂഫ്സിൽ ഇത് കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി റൂഫിംഗ് ടൈൽസ് ആർ പ്രൊവൈഡഡ് ഓവർ സീലിംഗ് ടൈൽസ്. എന്താണ് റൂഫിംഗ് ടൈൽസ് എന്ന് പറയുന്നത്? റൂഫിംഗ് ടൈൽസ് ആർ പ്രൊവൈഡഡ് എവിടെയാണ്? ഓവർ സീലിംഗ് ടൈൽസ്. സീലിംഗ് ടൈൽസിന്റെ മുകളിലായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? റൂഫിംഗ് ടൈൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ടു ഗീവ് ഗുഡ് aesthetic view from inside the building. ഓക്കെ, ബിൽഡിങ്ങിന്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലൊരു എന്ത് വേണം? എസ്തെറ്റിക് വ്യൂ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? റൂഫിംഗ് ടൈൽസിന് മുകളിലെ, അതായത് റൂഫിംഗ് ടൈൽസ് ആർ പ്രൊവൈഡഡ് ഓവർ സീലിംഗ് ടൈൽസ്. സീലിംഗ് ടൈൽസ് താഴെയും റൂഫിംഗ് ടൈൽസ് എന്നാണ് മുകളിൽ വരും. ഓക്കെ, ഇനി ഇറ്റ് ആഡ്സ് ടു ബെറ്റർ തെർമൽ കംഫർട്ട്. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെറ്റർ ആയിട്ടുള്ള തെർമൽ കംഫർട്ട് കിട്ടും. ഓക്കെ, ബെറ്റർ തെർമൽ കംഫർട്ട് നമുക്ക് ഇതുവഴി കിട്ടും. ആൻഡ് റെസിസ്റ്റൻസ് ടു, അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ലീക്കേജ് ഓഫ് റെയിൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇത് സീലിംഗ് ആൻഡ് റിഡ്ജ് ടൈൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ തെർമൽ കംഫർട്ട് കിട്ടും. അതുപോലെ തന്നെ ലീക്കേജ്, റെയിൻ വാട്ടറിന്റെ ലീക്കേജിനൊക്കെ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇനി ഈ സീലിംഗ് ടൈൽസ് എന്ന് പറയുന്നത് ദേ ആർ ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഫ്ലാറ്റ് ആണ് ആൻഡ് ഹാവ് ഫ്ലോറൽ പാറ്റേൺ. ഇതിനെന്തുണ്ട്? ഫ്ലോറൽ പാറ്റേൺ ഉണ്ട്. ഓക്കെ, ഫ്ലാറ്റ് ആണ്, പിന്നെ എന്തുണ്ട്? ഫ്ലോറൽ പാറ്റേൺ ഉണ്ട്. ആൻഡ് ഡിസൈൻസ് ഓൺ എക്സ്പോസ്ഡ് ഫേസ്. അതിന്റെ ഡിസൈൻസ് എന്ന് പറയുന്നത് ഓൺ എക്സ്പോസ്ഡ് ഫേസിലാണ് എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻസ് വരുന്നത്. ഓക്കെ, ഇനി അറ്റ് റിഡ്ജസ്, റിഡ്ജസ് നമ്മൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ടു അവോയ്ഡ് ലീക്കേജ്. എന്തിനാണ്? ടു അവോയ്ഡ് ലീക്കേജ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്പെഷ്യൽ ഷേപ്ഡ് ടൈൽസ് ആർ റിക്വയർഡ്. ഓക്കെ, അപ്പൊ അറ്റ് റിഡ്ജസ് ടു അവോയ്ഡ് ലീക്കേജ് നമുക്ക് എന്ത് ചെയ്യണം? സ്പെഷ്യൽ ടൈപ്പ് ടൈൽസ് ആവശ്യമാണ്. അതിന് നമ്മൾ റിഡ്ജ് ടൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ സീലിംഗ് ആൻഡ് റിഡ്ജ് ടൈൽസ് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, സ്ലോപ്പിംഗ് റൂഫിംഗ് ടൈൽസിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് സ്പെഷ്യൽ ഇത്തരം, അതായത് സീലിംഗ് ആൻഡ് റിഡ്ജ് ടൈൽസ് പോലുള്ള സ്പെഷ്യൽ ടൈൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഈ റൂഫിംഗ് ടൈൽസ് എന്ന് പറയുന്നത് സീലിംഗ് ടൈൽസിന് മുകളിലായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അകത്തു നിന്ന് നോക്കുമ്പോൾ നല്ല എസ്തെറ്റിക് വ്യൂ കിട്ടാൻ. അതുപോലെ തന്നെ ഇതിന്റെ മറ്റു ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ തെർമൽ കംഫർട്ട് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് ടു ലീക്കേജ് ഓഫ് റെയിൻ വാട്ടർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്നത് ടെറസിംഗ് ടൈൽസ്. ഏതാണ്? ടെറസിംഗ് ടൈൽസ്. ഓക്കെ, ടെറസിംഗ് ടൈൽസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ആൾസോ ഫ്ലാറ്റ് ടൈൽസ്. ഇത് എന്താണ്? നമ്മുടെ ഫ്ലാറ്റ് ടൈൽ ആണ്. ഓക്കെ, ദീസ് ആർ ആൾസോ ഫ്ലാറ്റ് ടൈൽസ്. ഹാൻഡ് മെയ്ഡ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്? ഹാൻഡ് മെയ്ഡ് ആണ് ഓർ മെഷീൻ മെയ്ഡ്. ഓക്കെ, ഹാൻഡ് മെയ്ഡോ മെഷീൻ മെയ്ഡോ ആവാം. എന്നാൽ ഇതെന്താണ്? ഫ്ലാറ്റ് ടൈൽസ് ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈൽസ് ആണ് ടെറസിംഗ് ടൈൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്താക്കണം? ഈ ടെറസിംഗ് ടൈൽസിനെ ഇംപെർവിയസ് ആക്കണം. ഓക്കെ, ടു മേക്ക് ദീസ് ടൈൽസ് ഇംപെർവിയസ് എ മിക്സ്ചർ ഓഫ് ഗ്രൗണ്ട് ഗ്ലാസ്. ഇംപെർവിയസിനാക്കാനായിട്ട് എന്ത് ചെയ്യും? എ മിക്സ്ചർ ഓഫ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആൻഡ് പോട്ടറി വെയർ. എന്താണ്? പോട്ടറി വെയർ ഈസ് ആഡഡ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇംപെർവിയസ് ആക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? അതായത് ഗ്രൈൻഡ് ചെയ്ത ഗ്ലാസും അതുപോലെ പോട്ടറി വെയർ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ഞാൻ മൗൾഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഞാൻ അതിനെ മൗൾഡ് ചെയ്യാൻ വിടുന്നത്. ആൻഡ് ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി their length varies from, ഈ ടെറസിംഗ് ടൈൽസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് it varies from 150 to 250 mm in the stages of 25 mm and width. എന്താണ്? their length varies from 150 to 250 mm in the stages of
in the stages of 25 mm and width varies from എന്ന് പറയുന്നത് varies from 100 to 200 mm in stages 25 mm in stages 25 mm. ഇനി ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് either 15 mm, ഓക്കെ, ഒന്നുകിൽ 15 mm അല്ലെങ്കിൽ 20 mm. ഓക്കെ, അപ്പൊ ടെറസിംഗ് ടൈൽസ് എന്തൊക്കെയാണ് പഠിച്ചത്? ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടൈലാണ്, ഹാൻഡ് മെയ്ഡോ മെഷീൻ മെയ്ഡോ ആയിരിക്കും. ഇതിനെ ഇംപർവിയസ് ആക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യും? മിക്സ്ചർ ഓഫ് ഗ്രൗണ്ട് ഗ്ലാസ് ആൻഡ് പോട്ടറി വെയർ ഈസ് ആഡഡ്. എന്നിട്ട് അതിനെ മൗൾഡ് ചെയ്യും, ദെൻ ബേൺ ചെയ്യും. ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 150 to 250 mm ആണ്. വെടുത്ത് 100 to 200 mm ആണ്. തിക്നെസ് എന്ന് പറഞ്ഞാൽ 15 mm അല്ലെങ്കിൽ 20 mm തിക്നെസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെറസിംഗ് ടൈൽസിന്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്നത് കനാൽ ആൻഡ് ഡ്രെയിനേജ് ടൈൽസ് ആണ്. ഓക്കെ, കനാൽ ആൻഡ് ഡ്രെയിനേജ് ടൈൽസ് ആണ്. ഓക്കെ, നമ്മുടെ ബേൺഡ് ക്ലേ ടൈൽസ്, ബേൺഡ് ക്ലേ ടൈൽസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? യൂസ്ഡ് ഫോർ ലൈനിങ് കനാൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ഡ്രെയിനേജ് ചാനൽസ്. ഓക്കെ, സോ ബേൺഡ് ക്ലേ ടൈൽസ് എന്നൊക്കെ യൂസ് ചെയ്യും? യൂസ്ഡ് ഫോർ ലൈനിങ് കനാൽ ആൻഡ് ഡ്രെയിനേജ് ചാനൽസ് അതർ ദാൻ യൂസ്ഡ് ഫോർ സീവേജ് യൂസ് ചെയ്യുന്നതിന് പകരം ബേൺഡ് ടൈൽസ് ഈ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഈ കനാൽ അല്ലെങ്കിൽ ഡ്രെയിനേജ് ടൈൽസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ they do not have ഫ്രോക്സ്. ഓക്കെ, അതിലെന്തില്ല? ഫ്രോക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ യൂഷ്വൽ സൈസ് എന്ന് പറയുന്നത് 350 by 150 by 50 mm ആണ് ഇതിന്റെ യൂഷ്വൽ സൈസ് എന്ന് പറയുന്നത്. കനാൽ അല്ലെങ്കിൽ ഡ്രെയിനേജ് ടൈൽസിന്റെ സൈസ് എന്ന് പറയുന്നത് 350 by 150 by 50 mm. ഓക്കെ, ഇനി ഇത് നമുക്ക് രണ്ട് ക്ലാസ്സസിൽ അവൈലബിൾ ആണ്. ഓക്കെ, രണ്ട് ക്ലാസ്സസിൽ അവൈലബിൾ ആണ്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ക്ലാസ് 105 ആൻഡ് ക്ലാസ് 75. ഇങ്ങനെ രണ്ട് ക്ലാസ്സുകളിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്? കനാൽ ആൻഡ് ഡ്രെയിനേജ് ടൈൽസ്. ഓക്കെ, ഇനി ഇതിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. കനാൽ ലൈനിങ് ടൈൽസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ക്ലാസ് 105 ആണെന്ന് വയ്ക്കുക. ഓക്കെ, ക്ലാസ് 105 ഉണ്ട്, ക്ലാസ് 75 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ക്ലാസ് 105 ആണെങ്കിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? മാക്സിമം അല്ല, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫോർ ക്ലാസ് 105 എന്ന് പറയുന്നത് 10.5. 105 അല്ലേ? സോ അതിന്റെ ഇടയ്ക്ക് ഒരു കുത്തിട്ടാൽ മതി. 10.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി ക്ലാസ് 75 ആണെങ്കിലോ 7.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് ഇതിന്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, ഇനി മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ നമ്മൾ ഈ പറയുന്നത് എന്താണ്? ഈ രണ്ട് ക്ലാസ്സസിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ആണ്. മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് 105 15%, ഇടയ്ക്കുള്ള 0 കളയുക. ഓക്കെ, 105 ഇടയ്ക്കുള്ള 0 കളഞ്ഞാൽ 15%. അതുപോലെ ക്ലാസ് 75 ആണെങ്കിൽ അതിന്റെ കൂടെ 15%ന്റെ കൂടെ 5% കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 20%. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി മിനിമം ട്രാൻസ്വേഴ്സ് ലെങ്ത്, ഓക്കെ, മിനിമം ട്രാൻസ്വേഴ്സ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ് 105 ഇറ്റ് ഈസ് 1.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഇനി ക്ലാസ് 75 ഇറ്റ് ഈസ് 1.2 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്, മിനിമം ട്രാൻസ്വേഴ്സ് സ്ട്രെങ്ത്. ഇനി മാക്സിമം വാർപ്പേജ് എന്ന് പറയുന്നത് 3 mm for 10 of class 105.
ക്ലാസ് 75നും എത്ര തന്നെയാണ് 3 mm. ഓക്കെ, മാക്സിമം വാർപ്പേജ് എന്ന് പറയുന്നത് 3 mm ആണ് രണ്ട് ക്ലാസ്സിനും വരുന്നത്. അപ്പോൾ കനാൽ ആൻഡ് ഡ്രെയിനേജ് ടൈൽസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ബേൺഡ് ക്ലേ ടൈൽസ് എന്ന് പറയുന്നത് നമ്മൾ കനാൽ ലൈനിങ്ങിനും ഡ്രെയിനേജ് ചാനൽസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആണ്, അതിലെന്തില്ല ഫ്രോക്സ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ യൂഷ്വൽ സൈസ് വരുന്നത് 350 to 150 350 by 150 by 50 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലാസ് 105 ഉണ്ട്, ക്ലാസ് 75 ഉണ്ട്. ഇതിൽ ക്ലാസ് 105 ആണ് അതിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 10.5 Newton/mm², ക്ലാസ് 75 ആണ് ഇത് 7.5 Newton/mm² ആണ്. ഇതിന്റെ മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 15% ഫോർ ക്ലാസ് 105 ആൻഡ് 20% ഫോർ ക്ലാസ് 75. ഇതിന്റെ മിനിമം ട്രാൻസ്ഫർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.5 Newton/mm² ഫോർ ക്ലാസ് 105 ആൻഡ് 1.2 Newton/mm² ഫോർ ക്ലാസ് 75. പിന്നെ മാക്സിമം വാർപ്പേജ് എന്ന് പറയുന്നത് രണ്ട് ക്ലാസ്സിനും എത്ര തന്നെയാണ് 3 mm വീതമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്ലോറിംഗ് ടൈൽസ്. ഏതാണ്? ഫ്ലോറിംഗ് ടൈൽസ്. ഓക്കെ, അപ്പോൾ ഫ്ലോറിംഗ് ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത് പറഞ്ഞാൽ ബൈ ആഡിങ് എന്ത് ആഡ് ചെയ്യും, ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഗ്ലാസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് ഗ്ലാസ് ആഡ് ചെയ്യും ആൻഡ് പോട്ടറി വെയർ. എന്താണ്? പോട്ടറി വെയറും നമ്മൾ ആഡ് ചെയ്യും ടു സെലക്റ്റഡ് ക്ലേ. സെലക്റ്റഡ് ക്ലേയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ഗ്ലാസും പോട്ടറി വെയറും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലോറിംഗ് ടൈൽസ് മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ റിക്വയർഡ് സൈസ് അല്ലെങ്കിൽ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റും, എന്നിട്ട് അതിനെ പ്രസ് ചെയ്യും. അങ്ങനെ ഡ്രൈഡ് ടൈൽസ് എന്ന് പറയുന്നത് നമ്മൾ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1300 ഡിഗ്രി സെൽഷ്യസ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ടെറാസിംഗ് ടൈൽസിന്റെ കേസിലും പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഇതിന് എന്ത് ചെയ്യും? ആൻഡ് ആർ സാൾട്ട് ഗ്ലേസ്ഡ്. ഓക്കെ, സാൾട്ട് ഗ്ലേസിങ് കൊടുക്കും. ആൻഡ് കോട്ടിംഗ് ഓഫ് ഗ്ലേസിങ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ ബീങ് 0.1 to 0.2 mm തിക്കാണ്. ഓക്കെ, 0.1 മുതൽ 0.2 mm തിക്കിലാണ് കോട്ടിംഗ് ഓഫ് ഗ്ലേസിങ് വരുന്നത്. ദേ ആർ യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ് ലോ കോസ്റ്റ് ഹൗസസ്. എന്നാണ് ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്ലോറിംഗ് ലോ കോസ്റ്റ് ഹൗസസ്. ഓക്കെ, ലോ കോസ്റ്റ് ഹൗസസിന്റെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോറിംഗ് ടൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പേര് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫ്ലോറിംഗ് ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രൗണ്ട് ഗ്ലാസും പോട്ടർ വെയറും സെലക്റ്റഡ് ക്ലേയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ റിക്വയർഡ് ഷേപ്പിലേക്ക് മൗൾഡ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ബേൺ ചെയ്യും. ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നമ്മൾ സാൾട്ട് ഗ്ലേസ് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കോട്ടിംഗ് ഓഫ് ഗ്ലേസ് ചെയ്യുന്നത് 0.1 മുതൽ 0.2 mm തിക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ലോ കോസ്റ്റ് ഹൗസിന്റെ ഫ്ലോറിങ്ങിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലോറിംഗ് ടൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈൽസ് ആയിരുന്നു. നമ്മൾ രണ്ട് ബ്രോഡ് കാറ്റഗറിയിലാണ് വരുന്നത്, കോമൺ ക്ലേ ടൈൽസും സെറാമിക് ടൈൽസും. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് എന്താണ്? കോമൺ ക്ലേ ടൈൽസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സെറാമിക് ടൈൽസ് ആണ്. ഏതാണ്? സെറാമിക് ടൈൽസ്. ഓക്കെ, സെറാമിക് ടൈൽസ് എന്ന് പറഞ്ഞാൽ സെറാമിക് മീൻസ് എന്താണ്? സെറാമിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സെറാമിക് എന്ന് പറഞ്ഞാൽ a product made of clay and permanently hardened by heat. ഓക്കെ, അപ്പൊ സെറാമിക് ടൈൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സെറാമിക് എന്നുള്ള വേർഡിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് അതിനെ നമ്മൾ ഹീറ്റ് കൊണ്ട് പെർമനന്റ്ലി ഹാർഡൻ ചെയ്തേക്കും. ഓക്കെ, ഇനി ഈ സെറാമിക് ടൈൽസ് വരുന്ന നമ്മുടെ രണ്ട് ക്ലാസ്സസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഗ്ലേസ്ഡ് ടൈൽസ്. എന്താണ്? ഗ്ലേസ്ഡ് ടൈൽസും ഉണ്ട്. രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഗ്ലേസ്ഡ് ടൈൽസും ഉണ്ട്. പിന്നെ വരുന്നത് വിട്രിഫൈഡ് ടൈൽസ്. ഏതാണ്? വിട്രിഫൈഡ് ടൈൽസും ആണ് ഇതിനകത്ത് രണ്ടെണ്ണം വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഗ്ലേസ്ഡ് ടൈൽസ്. ഓക്കെ, ഗ്ലേസ്ഡ് ടൈൽസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഗ്ലേസ്ഡ് ടൈൽസ്, ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലേസിംഗ് എന്താണ്? നമ്മളിപ്പോൾ പറയുന്ന ടേം എന്താണ്? ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ്, എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? പ്രൊവൈഡിങ് ആൻ ഒപ്പക് glass like coating to ceramic
ടൈൽസ്. ഓക്കെ, സെറാമിക് ടൈൽസിലേക്ക് ഒരൊപ്പം ഗ്ലാസ്സിലേക്ക് കോട്ടിംഗ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ഗ്ലേസിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ തിക്നെസ് ഓഫ് കോട്ടിംഗ് എന്ന് പറയുന്നത്, തിക്നെസ് ഓഫ് കോട്ടിംഗ് അതെന്ന് പറയുന്നത് വാല്യൂ വരുന്നത് 0.1 മുതൽ 0.1 to 0.2 mm, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ തിക്നെസ് തന്നെയാണ്. ഓക്കെ, ഇനി ഇത് ഗീവ്സ് ഗുഡ് അപ്പിയറൻസ് ആൻഡ് ഗീവ് പ്രൊട്ടക്ഷൻ ഫ്രം അറ്റ്മോസ്ഫിയറിക് ആക്ഷൻ. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഗ്ലേസ് ടൈൽസ് കോട്ടിംഗ് എന്തിനാണ് കൊടുക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും, ഗുഡ് അപ്പിയറൻസ് തരും. അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗുഡ് അപ്പിയറൻസ് തരിക ആൻഡ് ഗീവ് പ്രൊട്ടക്ഷൻ ഫ്രം എവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും, അറ്റ്മോസ്ഫറിക് ആക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, പ്രൊട്ടക്ഷൻ തരിക. ഇതാണ് ഗ്ലേസ് ടൈൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ പ്രൊവൈഡിങ് ഗ്ലേസിംഗ് സെറാമിക് ടൈൽസ് ആർ അഗെയിൻ ഫയർഡ്. ഗ്ലേസിംഗ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ വീണ്ടും എന്ത് ചെയ്യും, ഫയർ ചെയ്യും. ഡ്യൂറിങ് ഗ്ലേസിംഗ് ഡെക്കറേഷൻ ആൻഡ് കളേഴ്സ് മേ ബി പ്രൊവൈഡഡ് ആൻഡ് ഗ്ലോസി ഓർ മേറ്റ് ഫിനിഷ് ഈസ് ഒബ്റ്റൈൻഡ്. അപ്പൊ ഗ്ലേസിംഗിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കളേഴ്സ് ഒക്കെ ഇതിന് എന്തെങ്കിലും ഡെക്കറേഷൻസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ കളേഴ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദീസ് ടൈൽസ് ആർ യൂസ്ഡ് ആസ് വാൾ ടൈൽസ്. ഓക്കെ, ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാൾ ടൈൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇൻ ബാത്റൂംസിൽ വാൾ ടൈൽസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലേസ്ഡ് ടൈൽസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഗ്ലേസ്ഡ് ടൈൽസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഒന്നെന്ന് പറഞ്ഞാൽ ഗ്ലേസിംഗ് എന്താണെന്ന് പഠിച്ചു, എന്താണ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് ആൻഡ് അപ്പർ ഗ്ലാസ് ലൈക്ക് കോട്ടിംഗ് ടു സെറാമിക് ടൈൽസ്, അതിനെയാണ് നമ്മൾ ഗ്ലേസിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ തിക്നെസ് ഓഫ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ 0.1 മുതൽ 0.2 mm വരെ വേരി ചെയ്യാം. ഇതെന്ന് പറയുന്നത് നല്ലൊരു ഗുഡ് അപ്പിയറൻസും പ്രൊട്ടക്ഷൻ ഫ്രം അറ്റ്മോസ്ഫറിക് ആക്ഷൻ അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലേസിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ വീണ്ടും ഫയർ ചെയ്യും. ഇനി ഗ്ലേസിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തെങ്കിലും ഡെക്കറേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കളർ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കാം, എന്നിട്ട് അതിനെ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദീസ് ടൈൽസ് ആർ യൂസ്ഡ് ആസ് വാൾ ടൈൽസ് ഇൻ ബാത്റൂംസ് ഓൾസോ. ഓക്കെ, ഇനി നമുക്കുള്ളത് ഗ്ലേസ് ടൈൽസ് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഏതാണ്, നമ്മുടെ വിട്രിഫൈഡ് ടൈലാണ് അല്ലേ. ഏതാണുള്ളത്, വിട്രിഫൈഡ് ടൈൽസ്. ഓക്കെ, അപ്പൊ വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറഞ്ഞാൽ വിട്രിയാസ്, ദ വേർഡ് വിട്രിയാസ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലൈക്ക് ഗ്ലാസ് പോലത്തെ എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദീസ് ടൈൽസ് ആർ സിമിലർ ടു ഗ്ലാസ്. എന്താണ് വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുന്നത്, എന്താണ് സിമിലർ ടു ഗ്ലാസ്. എന്തിലൊക്കെയാണ് ഗ്ലാസ്സിൽ സിമിലർ എന്ന് ചോദിച്ചാൽ ഇൻ ഹാർഡ്നെസ്സിൽ സിമിലർ ആണ്. ദെൻ ബ്രിട്ടിൽനെസ്, ദെൻ വരുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ വിട്രിയാസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഗ്ലാസ് എന്നാണ് മീനിങ്. അപ്പോൾ വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിന് സിമിലർ ആണ്. എന്തൊക്കെ ക്യാരക്ടേഴ്സ് സിമിലർ ആണെന്ന് ചോദിച്ചാൽ ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് സ്ട്രക്ചറിലെല്ലാം സിമിലർ ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഓക്കെ, മാനുഫാക്ചേർഡ് ഫ്രം, ഇത് നമ്മൾ എവിടെ നിന്നാണ് മാനുഫാക്ചർ എന്ന് ചോദിച്ചാൽ മാനുഫാക്ചർഡ് ഫ്രം ടെറാക്കോട്ട. എന്തിൽ നിന്നാണ്, ടെറാക്കോട്ട. ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ഹാർഡ് ബ്രൗണിഷ് അൺഗ്ലേസ്ഡ് സെറാമിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിട്രിഫൈഡ് ടൈൽസ് മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെ നിന്നാണ്, ടെറാക്കോട്ടയിൽ നിന്നാണ്. ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള ബ്രൗണിഷ് അൺഗ്ലേസ്ഡ് സെറാമിക് മെറ്റീരിയൽ ആണ് ഈ ടെറാക്കോട്ട എന്ന് പറയുന്നത്. ദ ടെറാക്കോട്ട ഈസ് മിക്സഡ് വിത്ത് ഓക്സൈഡ്സ്. ഈ ടെറാക്കോട്ട എന്തുമായിട്ട് മിക്സ് ചെയ്യും, ഓക്സൈഡ്സുമായിട്ട് മിക്സ് ചെയ്യുക. ആൻഡ് ബേൺഡ്, എന്നിട്ട് അതിനെന്ത് ചെയ്യും, ബേൺ ചെയ്യുന്നു. ഓക്കെ, ബേൺഡ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓക്സൈഡ് മിക്സഡ്. നമ്മൾ ഓക്സൈഡായിട്ട് മിക്സ് ചെയ്യുന്നു പറഞ്ഞില്ല, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ടൈൽ ഗെറ്റ് ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിഫറെന്റ് കളേഴ്സ് ആ ടൈൽസിന് കിട്ടുന്നത്. ഓക്കെ, ദീസ് ടൈൽസ് ക്യാൻ ടേക്ക് മോഡറേറ്റ്ലി ഹെവി ട്രാഫിക്. എന്താണ് മോഡറേറ്റ്ലി ഹെവി ട്രാഫിക് ഇതിനെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, the water absorption this tiles is hardly 0.5%. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ വിട്രിഫൈഡ് ടൈൽസിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, ഹാർഡ്ലി 0.5% ആണ്. ഓക്കെ, ദ ടൈൽസ് ആർ അവൈലബിൾ ഇൻ എ നമ്പർ ഓഫ് കളേഴ്സ് ആൻഡ് ഫിനിഷസ്. ഈ വിട്രിഫൈഡ് ടൈൽസ് നമുക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ദേ ആർ യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ് ഹൗസസ് ആൻഡ് ഓഫീസസ്. ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
യൂസ് ചെയ്യുന്നത്. ഹൗസസിലും ഓഫീസസിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വിട്രിഫൈഡ് ടൈൽസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വിട്രിഫൈഡ് ടൈൽസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? വിട്രിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്നാണ് ലൈക്ക് ഗ്ലാസ് എന്നാണ് മീനിങ്. ഇതെന്ന് പറയുന്നത് വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ഗ്ലാസ് ആണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് സ്ട്രക്ചർ, ഇതിലെല്ലാം അത് സിമിലർ ആണ്. ഇനി ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ടെറാക്കോട്ടയിൽ നിന്നാണ്. ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ബ്രൗണിഷ് അൺഗ്ലേസ്ഡ് സെറാമിക് മെറ്റീരിയൽ ആണ്. ഈ ടെറാക്കോട്ടയെ നമ്മൾ എന്തെങ്കിലും ഓക്സൈഡ്സും ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ബേൺ ചെയ്യും. നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഏത് ഓക്സൈഡ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് കളർ കിട്ടും. ഇതെന്ന് പറയുന്നത് മോട്ടറിൽ ഹെവി ട്രാഫിക് ഒക്കെ ഇതിന് എടുക്കാൻ പറ്റും. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ 0.5% ആണ്. പിന്നെ ഓഫീസും വീടിലും ഒക്കെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിട്രിഫൈഡ് ടൈൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് അതിൻ്റെ മാനുഫാക്ചർ ഓഫ് ടൈൽസ് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.